കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ അനീഷ് ബാബുവിന് ജാമ്യം. കൊച്ചിയിലെ PMLA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ചതിനെതിരെ ED ഹൈക്കോടതിയെ സമീപിക്കും. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് അനീഷിന് ജാമ്യം ലഭ്യമാകുന്നത്? ഉപാധികളുണ്ടോ? EDയുടെ മറുനീക്കം എന്താണ്? പ്രതീക്ഷ, കുറ്റപത്രം നൽകിയ കേസാണ് ഇത്. ED കുറ്റപത്രം നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇതിൽ കുറ്റപത്രം നൽകിയ കേസിൽ ഇനി കസ്റ്റഡി ആവശ്യമില്ല എന്ന് വിലയിരുത്തിയാണ് കൊച്ചി PMLA കോടതി അനീഷ് ബാബുവിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ കശുവണ്ടി ഇറക്കുമതിയിലെ കള്ളപ്പണ കേസിലാണ് വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബുവിനെതിരെ ED കേസെടുക്കുന്നത്. ആദ്യം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലും പിന്നീട് ക്രൈംബ്രാഞ്ചിലുമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2021 ED ഈ കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു. തുടർന്ന് 10ഓളം സമൻസ് ഈ അനീഷ് ബാബുവിനെതിരെ ED നൽകുകയും ചെയ്തു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി EDയോട് സഹകരിക്കാൻ അനീഷ് ബാബു തയ്യാറായിരുന്നില്ല. ഇതിന്റെ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളുമായി അനീഷ് ബാബു മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതെല്ലാം കോടതി തള്ളുകയും തുടർന്നാണ് കഴിഞ്ഞ ജനുവരി 14-ാം തീയതി അനീഷ് ബാബുവിനെ എറണാകുളത്ത് നിന്നും ED കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും കുറഞ്ഞ ചെലവിൽ കശുവണ്ടി, ആഫ്രിക്കയിൽ നിന്നും കുറഞ്ഞ ചെലവിൽ കശുവണ്ടി ഇറക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടുപേരിൽ നിന്ന് ഏതാണ്ട് 24.5 കോടിയോളം രൂപ തട്ടി എന്നുള്ളതാണ് ഈ അനീഷ് ബാബുവിന് എതിരായിട്ടുള്ള കേസ്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച കേസ് ആയതിനാൽ തന്നെ ഇതിൽ ഇപ്പോൾ ഇനി കസ്റ്റഡിയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ഉള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എറണാകുളം PMLA കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിധിക്കെതിരെ, ഈ ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവും EDയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ട്.